ബഹുമാനികളെ, മയ്യത്ത് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഫർള് ആകെ 7 എണ്ണമാണ്. അതിൽ 2 ഖിയാമുൽ ഖാദിരി, കഴിവുള്ളവൻ നിൽക്കുക. അപ്പോൾ കഴിവില്ലാത്ത ആൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. നേരത്തെ നിസ്കാരത്തിൽ പറഞ്ഞതുപോലെയുള്ള മസലകളൊക്കെ ഉണ്ട്. വസാലിസു, മൂന്നാമത്തത് അർബഉ തക്ബീറാത്തിൻ മഅ തക്ബീറത്തി തഹറുമി, മൂന്നാമത്തത് 4 തക്ബീറാണ്. 5 ആയാലും നിസ്കാരം ബാത്തിലാകൊന്നുമില്ല, മറന്നുകാണ്ടേ. ഫഇൻ സാദ ലം തബത്തുൽ, 5 എണ്ണം ചൊല്ലി എന്നതുകൊണ്ട് 5 തക്ബീർ ആയി എന്നതുകൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നും സംഭവിക്കുകയില്ല. ഫഇന്നഹു ദിക്റുൻ, അങ്ങനെ 5ാമത്തിലേക്ക് പോയാൽ അത് ദിക്റാണ്. ഫഹുവക തക്രീരിൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത് ആവർത്തിക്കുന്നത് പോലെ ഒരു ദിക്റായി കൂട്ടിയാൽ മതി. ലാക്കിൻ പക്ഷേ തുക്റഹു സിയാദത്തു അൽ അർബഅ, 4ലേക്കാൾ വർദ്ധിപ്പിക്കൽ കറാഹത്താണ്. അപ്പം 4 തക്ബീർ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ട മൂന്നാമത്തതാണ്. വറാബിഉ, 4ാമത്തെ ഫർള് അൽ ഫാത്തിഹ, ഫാത്തിഹ ഓതലാണ് 1ാം തക്ബീറിൻ്റെ ശേഷം. വൽ ഖാമിസു, 5ാമത്തെ ഫർള് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ സാനിയ, 2ാമത്തെ തക്ബീറിന് ശേഷം നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലലാണ്. ആ സ്വലാത്ത് ഇബ്രാഹിമീ സ്വലാത്താണ് നമ്മൾ ചൊല്ലാറുള്ളത്. അതറിയാത്തവരുണ്ടാവും ഒരുപാട് നിസ്കരിക്കണ കൂട്ടത്തിൽ. അതറിയില്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദ് എന്ന സ്വലാത്ത് ചുരുക്കി ചൊല്ലാം. വസ്സാദിസു, 6ാമത്തെ ഫർള് അദ്ദുആഉൽ ഉഖ്റവിയ്യു ലിൽ മയ്യിത്തി, മയ്യത്തിന് വേണ്ടി പാരത്രിക ഗുണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ദുന്യാവെന്ന് മൂപ്പര് പോയല്ലോ, പരലോകത്തേക്ക് മൂപ്പര് യാത്ര പോയതല്ലേ. അപ്പോൾ പരലോകത്ത് എന്തെല്ലാം ഗുണങ്ങളാണോ മൂപ്പർക്ക് ഉണ്ടാകേണ്ടത്, ആ ദുആകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഅഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബിയദ് മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി തുടങ്ങിയ പ്രാർത്ഥനയാണ് മയ്യത്തിന് വേണ്ടി 6ാമത്തെ ഫർള് ദുആ ചെയ്യുക. ബഅദ സാലിസത്തി, 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന അതാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിഅബവൈഹി വസലഫൻ വദുഖറൻ വഇദതൻ വഅതിബാറൻ വശഫീഅൻ വസഖിൽ ബിഹി മവാസീനഹുമാ വഅഫ്യഇസ് സ്വബ്റ അലാ ഖുലൂബിഹിമാ എന്നുള്ള ദുആയും കൂട്ടാം. പിന്നെയും വർദ്ധിപ്പിക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ വസഗീരിനാ വകബീരിനാ വദക്രിനാ വഉൻസാനാ, അങ്ങനെയും വർദ്ധിപ്പിക്കാം. 7ാമത്തെ ഫർള് ലാസ്റ്റ് അസ്സലാമു ബഅദ റാബിഅ, 4ാം തക്ബീറിൻ്റെ ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം വീട്ടുക. വതജൂസു അലാ ജനായിസ, കുറേ മയ്യത്തുകൾ ഉണ്ടായാലോ, ഒരു ദിവസം കുറേ മയ്യത്തുകൾ ഉണ്ടായി, അങ്ങനെ ഒരുപാട് മയ്യത്തുകൾ ഇങ്ങനെ വരിക്കിങ്ങനെ കൊടുന്നു വെച്ചു. ചില അപകടങ്ങളൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവും, പടച്ചോൻ കാക്കട്ടെ. ഒറ്റ ദിവസത്തിൽ തന്നെ ഒറ്റ നേരം തന്നെ ഒരുപാട് മയ്യത്തുകളൊക്കെ വരുന്ന രംഗങ്ങൾ ഉണ്ടായാലോ കുറേ നിസ്കരിക്കണോ? വേണ്ട, സ്വലാത്തുൻ വാഹിദ, ഒറ്റ നിസ്കാരം മതിയാവും എല്ലാവർക്കും പാടെ കൂടിയിട്ട്. ഫയൻവി, അപ്പം കരുതണം അസ്വലാത്ത അലൈഹിം ഇജ്മാല, ഇവർക്കെല്ലാവർക്കും ഉള്ള ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഓരോരുത്തരെ കരുതണ്ട, എല്ലാവർക്കും ഉള്ള ഫർളിനെ, എല്ലാവരുടെ മേൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ് പറയാനുള്ളത്. അപ്പോൾ ഷർത്തുകൾ 6ഉം ഫർളുകൾ 7ഉം ഉള്ള ഒരു ഇബാദത്താണ് മയ്യത്ത് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്
പരിശുദ്ധ റജബിൻ്റെ ദിവസങ്ങളിലാണ്. അള്ളാഹുവെ, നീ ബറക്കത്തുള്ള മാസമാക്കിയത് കൊണ്ട് അതിലുള്ള ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കാവലുകൾ നൽകണേ അല്ലാ. സലാമത്തുകൾ നൽകണേ അല്ലാ. അസുഖങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. സംഭാവനകളും മറ്റും ചെയ്ത് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. സ്വലാത്തിലേക്കും ബദർ മൗലൂദിലേക്കും ഭക്ഷണം കൊടുത്തവർക്കൊക്കെ നീ ഖൈറുകൾ നൽകണേ അല്ലാ. ദിവസേനയുള്ള ആഫാത്ത്, മുസീബാത്ത് വല്ലതും ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ വരുന്നുണ്ടെങ്കിൽ നീ തട്ടി മാറ്റണേ അല്ലാ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരിച്ചുപോയവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ലാ. നിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും ഞങ്ങൾക്കും ഇടം നൽകണേ അല്ലാ. മക്കയും മദീനയും കണ്ട് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങൾ, കൃഷികളിൽ, മക്കളിൽ, ആയുസ്സിൽ, സമയങ്ങളിൽ, സമ്പത്തിൽ എല്ലാം ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിദേശത്ത് പോയവർക്കും നാട്ടിലുള്ളവർക്കും ഖൈറ് നൽകണേ അല്ലാ. പള്ളിയെ സഹകരിച്ച മുഴുവൻ ആളുകളെയും നീ പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യണേ അല്ലാ. മുറാദുകളൊക്കെ വീട്ടി തരണേ അല്ലാ. മാറാ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ലാ. അസുഖങ്ങളിലായി കിടക്കുന്ന മുഴുവൻ രോഗികൾക്കും ആജിലായ ശിഫ നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحم موتانا يا راحم المساكين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين.